ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സൺഗ്ലാസിൻ്റെ ഇമേജ്. എന്നിട്ടൊരു മെയിൽ മോഡൽ വെയറിംഗ് ദ സൺഗ്ലാസ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ജനറേറ്റ് ആയിട്ട് തരുന്നത് നോക്കാം. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന മോഡൽ ഫോട്ടോഗ്രാഫ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ChatGPTയുടെ പുതിയ ഇമേജ് ജനറേഷൻ ഫീച്ചറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. GPT-4o മോഡലിൽ നമുക്കത് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള യൂസേഴ്സിനും ബാക്കി എല്ലാ സബ്സ്ക്രിപ്ഷനിലുള്ള യൂസേഴ്സിനും അവൈലബിൾ ആണ്. ഫ്രീ യൂസേഴ്സിന് കുറച്ച് യൂസേജ് ലിമിറ്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ChatGPTയിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ GPT-4o എന്ന് പറയുന്ന മോഡൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ഇമേജ് അപ്ഡേറ്റഡ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് ഇരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടിയും നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വളരെ ഒന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ മോർ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കളേഴ്സിനെ കുറിച്ച്, അതിൻ്റെ സറൗണ്ടിങ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ അതിൻ്റെ സ്റ്റൈല് നമ്മൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇമേജാണ് വേണ്ടതെന്ന്, ഫോട്ടോയാണോ, പെയിൻറ്റിംഗ് ആണോ, സ്കെച്ചാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വെറുതെ ഒരു ക്യാറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ഓഫ് എ ക്യാറ്റ് എന്നോ, അല്ലെങ്കിൽ ആ ക്യാറ്റിൻ്റെ സറൗണ്ടിങ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ക്യാറ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ എന്ത് ടൈപ്പ് ഓഫ് ഇമേജാണ് വേണ്ടതെന്ന് പറഞ്ഞു. വാട്ടർ കളർ പെയിൻറ്റിങ് ആണെന്ന് പറഞ്ഞു. എന്ത് ക്യാറ്റ് എന്ത് ചെയ്യുന്നു, എന്ത് ആക്ഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ സറൗണ്ടിങ്ങിനെ കുറിച്ചും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ChatGPTയുടെ ഈ ഇമേജ് ജനറേഷൻ മോഡലിൽ വളരെയധികം ഗുഡ് റിസൾട്ട്സാണ് നമുക്ക് കിട്ടുന്നത്. ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ലോഗോ ക്രിയേഷൻ പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് കേസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനൊരു ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ Gemini 2.0യുടെ ഇമേജ് ജനറേഷൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ജനറേറ്റ് ചെയ്ത് തരുന്ന ഇമേജസ് വളരെ ഗുഡായിട്ടുള്ള ഇമേജസാണ് ChatGPT ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോഗോ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിനിക്സ് പക്ഷിയുടെ വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ റെഡ് ആൻഡ് ഗോൾഡ് കളർ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഞാനൊരു വാട്ടർ സൈക്കിള് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ChatGPT. ഇനി നമുക്ക് ആ സെയിം പ്രോംപ്റ്റ് തന്നെ ഗ്രോക്കിനോടും ചോദിച്ചു നോക്കാം. ഇതാണ് നമുക്ക് ഗ്രോക്ക് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ChatGPT ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രാമാണ്. ഒരു കറക്റ്റായിട്ടുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ശരിക്കും ChatGPT ആണ്. ഈ ഇമേജിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു പ്രോംപ്റ്റ് കൊടുക്കാം. ജസ്റ്റ് ഇമേജ് ജനറേഷൻ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആവുന്നതേ ഉള്ളൂ. ഈ സെയിം പ്രോംപ്റ്റ് തന്നെ ഞാൻ ഗ്രോക്കിൽ കൊടുത്തിരുന്നു. ഗ്രോക്ക് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്ന 2 ഇമേജസാണിത്. പക്ഷെ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരുന്നു. ChatGPT ഇതുവരെ നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ നമ്മൾക്ക് ഈ ഇമേജിൽ തന്നെ നമുക്ക് എഡിറ്റിംഗ് വരുത്താം. ഞാൻ പുതിയൊരു ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇമേജാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോവാണ്, മേക്ക് എ മോഡൽ wear this dress, do not change the patterns of the dress. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഇമേജ്. ജസ്റ്റ് ഒരു ഡ്രസ്സിൻ്റെ ഗോസ്റ്റ് ഇമേജ് ഫോട്ടോഗ്രാഫാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് കൊടുത്ത ഈ ഒരു ഇമേജ് വെച്ചിട്ട് ആ ഡ്രസ്സ് ഒരു മോഡൽ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ്, ഒരു മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ChatGPT അത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇവിടെ ഞാനൊരു സൺഗ്ലാസിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു a male model wearing the sunglass, close up. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത സൺഗ്ലാസിൻ്റെ ഇമേജ്. എന്നിട്ടൊരു മെയിൽ മോഡൽ വെയറിംഗ് ദ സൺഗ്ലാസ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാനായിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ജനറേറ്റ് ആയിട്ട് തരുന്നത് നോക്കാം. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന മോഡൽ ഫോട്ടോഗ്രാഫ്. നമ്മളൊരു ഫോട്ടോഷൂട്ടോ ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ഒരു മോഡലിനെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിന് പോലും യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. ഇതിനെ തന്നെ നമുക്ക് കൂടുതൽ ഇറ്ററേഷൻസ് ചെയ്യാം. നമുക്ക് ഡിഫറെൻറ്റ് ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ആംഗിളുകളിലേക്ക് ഈ ഒരു ഇമേജ് ചെയ്ത് തരാൻ പറഞ്ഞു തന്നാൽ അങ്ങനെയും തരും. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാൻ വേണ്ടി ഈ ഒരു ഇമേജിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ മാത്രമല്ലേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഡേറ്റ വെച്ചിട്ട് പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.